ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളുടെ കൂടെയുണ്ട്, പേടിക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന സ്വഹാബിയോട് പറയുമായിരുന്നു. ആ സ്വഹാബി നബിനെ കുറിച്ച് നല്ല മനോഹരമായ പാട്ടുപാടി. റബീഉൽ അവ്വലല്ലേ, ഒന്ന് പാടി നോക്കാം. وأجمل منك لم تر قط عيني وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. നബിയെ, അങ്ങ് എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു നിങ്ങളെ പടച്ചത് എന്ന് എത്ര രസകരമായി ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ റളിയല്ലാഹു അൻഹു, നബി തങ്ങൾ പറഞ്ഞോളൂ ഹസ്സാനെ, ഉഹ്ജുഹും, ശത്രുക്കൾക്ക് മറുപടി കൊടുത്തേക്കണം. ജിബ്രീലു മഅക്, ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പാട്ടുകളും വേണ്ടെന്നല്ല ശറഅ് പറയുന്നത്, നമ്മൾ പറയുന്നതും കേൾക്കുന്നതും നല്ലതാവണം. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ നല്ലതാണ്, അത് നന്മക്ക് വേണ്ടിയാവണം. സിനിമകൾ, കലയുടെ പേരിൽ സിനിമകൾ നടത്തുന്ന ആളുകൾ ദയവ് ചെയ്ത് അതിൻ്റെ ആശയങ്ങൾ മനുഷ്യത്വത്തെ പരിപോഷിപ്പിക്കുന്നതാവണം, തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതാവരുത്. അത്തരം വിഷയങ്ങളെയാണ്, അത്തരം തിന്മകളെയാണ് ഇസ്ലാം എതിർക്കുന്നത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ഒരാൾ ചോദിച്ചു, മാ തഖൂലു ഫിൽ ഗിനാ, അഹ്മദ് ഇബ്നു ഹംബലേ, പാട്ടുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സിനിമകളില്ലാത്ത കാലാണ്, അതുകൊണ്ട് അന്ന് പാട്ടേനെ പറയുള്ളൂ. ഇന്ന് പാട്ടും അതിൻ്റെ കൂടെ എല്ലാം കൂട്ടിക്കുഴച്ച അഭിനയവും സ്ക്രീനിൽ കാണുന്ന പരിപാടിയായി സിനിമകളൊക്കെ. എത്ര ഗൗരവമാണ്! അന്യപെണ്ണുങ്ങൾ, അന്യപുരുഷന്മാർ അല്ലേ? ഒരു ഇൽമിൻ്റെ സദസ്സിൽ ഒരു അധ്യാപകനെ വിദ്യാർത്ഥികൾക്ക് കാണാം, ഒരു പഠിപ്പിക്കുന്ന ഒരാളെ പഠിതാക്കൾക്ക് കാണാം. പക്ഷെ അതുപോലെയാണോ സിനിമ കാണുന്നത്? എത്ര ഗുരുതരമാണ്! എന്നിട്ട് ഇവൻ കമ്പയർ ചെയ്യുക, സിനിമ നടിയെ പോലെയല്ലല്ലോ എൻ്റെ ഭാര്യ, അവൾ കമ്പയർ ചെയ്യുക, ആ നടനെ പോലെയല്ലോ എൻ്റെ ഭർത്താവിന് തീരെ റൊമാൻസ് ഇല്ലല്ലോ, അങ്ങനെ ഓടി പോവുക, ഓടി ചാടി പോവുക. സുബ്ഹാനല്ലാഹ്. പുരുഷന് വേറെ ബന്ധം. 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണത്തിന് മുമ്പേ മറ്റു പെണ്ണുങ്ങളോടൊക്കെ അവിഹിത ബന്ധമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ബന്ധം സൂക്ഷിക്കുകയാണ്. എങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? ഒരു 8 വർഷം കല്യാണം കഴിഞ്ഞൊരു സഹോദരിയുടെ സംശയം. നമ്മൾ ആലോചിക്കുന്നു, എത്ര അപകടകരമായൊരു ചുറ്റുപാടിലേക്കാണ് നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ മനുഷ്യൻ എവിടെയോ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന പോലെ. ഇതിൻ്റെയൊക്കെ വലിയൊരു കാരണം നമ്മുടെ സിനിമാ സംസ്കാരമാണെന്ന് പറയാതെ വയ്യ. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് ചോദിച്ചു, മാ തഖൂലു ഫിൽ ഗിനാ, അഹ്മദ് ഇബ്നു ഹംബലെ, പാട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം ചോദിച്ചു ചോദ്യകർത്താവിനോട്, നിങ്ങൾ എന്ത് പാട്ടാ ഉദ്ദേശിച്ചത്, ഏത് പാട്ടാ നിങ്ങൾ ഈ പറയുന്നത്? അപ്പം അദ്ദേഹം ഒരു കവിത ചൊല്ലിക്കൊടുത്തു. ആ കവിത കേട്ടപ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ താടി കൈകൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു. പറഞ്ഞു, ഇതിനൊന്നൊരു കുഴപ്പമില്ല, പാടിക്കോ എന്ന് പറഞ്ഞു. ആ പാട്ടിങ്ങനെയാണ്: ഇദാ മാ ഖാല ലീ റബ്ബി അമസ്തഹയൈത തഅസ്വീനി വതുഖ്ഫി الذنب عن خلقي وبالعصيان تأتيني إذا ما قال لي ربي أما استحييت تعصيني وتخفي الذنب عن خلقي وبالعصيان تأتيني. എന്നോട് എൻ്റെ രക്ഷിതാവ് നാളെ ചോദിക്കുകയാണെങ്കിൽ, ആണേ പെണ്ണേ, ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി, പാപങ്ങൾ ചെയ്തിട്ട് നിനക്ക് നാണം തോന്നുന്നില്ലേ? എന്നോട് നാണം തോന്നുന്നില്ലേ? വിദ്യാർത്ഥിയോട് വിദ്യാർത്ഥിനിയോട്, ചെറുപ്പക്കാരനോട് ചെറുപ്പക്കാരിയോട്, നിന്റെ ഉമ്മയും വാപ്പയും അറിയാതെ, ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ നീ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ കാണുന്നുണ്ടെന്ന് നീ അറിയുന്നില്ലേ എന്ന് അല്ലാഹു എന്നോട് നാളെ ചോദിച്ചാൽ എങ്ങനെയുണ്ടാകും? ഇതാണ് കവിത. അഹ്മദ് ഇബ്നു ഹംബൽ എന്നൊരു ലാ ബഅസ ബി, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല.
താടി പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ എന്നവര് ഈ പാട്ട് ഇങ്ങനെ ആവർത്തിച്ചു അത്രേ. ഒരു കുഴപ്പമില്ല. വിവാഹം നടക്കുന്ന ആ സമയത്ത് ഭാര്യയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുമ്പോൾ കൊച്ചുകുട്ടികൾ നല്ല നല്ല രസമുള്ള ആ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട നല്ല ആശയങ്ങളുള്ള കവിതകൾ, പാട്ടുകൾ പാടുന്നത് കൊണ്ട് വിരോധമില്ല. എന്നല്ലാതെ നമ്മൾ കാണുന്ന ഗാനമേളകളല്ല ഈ പറയുന്നത്. തുടക്കം തന്നെ ഗാനമേള കൊണ്ടാ, പിന്നെ വരാൻ പോകുന്ന ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടില്ലേ മുഅ്മിനേ? അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകട്ടെ. സംഭവിച്ചു പോയതൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സുഫ്ഫത് ഇംറഅത്തുൻ ഇലാ റജുലിൻ മിനൽ അൻസ്വാർ. ഒരു അൻസ്വാരി കുടുംബത്തിൽ കല്യാണം നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ, ആയിഷ ബീവി, അമാ കാന മഅകും ലഹുൻ, ചില പാട്ടുകളൊക്കെ ആകാമായിരുന്നല്ലോ, പാട്ടൊന്നും പാടുന്നില്ലേ? മുത്തനബി തങ്ങൾ ചോദിച്ചു. ഫഇന്നൽ അൻസ്വാറ യുഅ്ജിബുഹുമുൽ ലഹു, അൻസ്വാരികൾക്ക് ഇത്തരം വാദ്യങ്ങൾ ഇഷ്ടമാണ്, ഇത്തരം പാട്ടുകൾ ഇഷ്ടമാണല്ലോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരിച്ചു ചോദിച്ചു, നബിയേ, നഖൂലു മാദാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ എന്താ നബിയെ പാടേണ്ടത്? എന്ത് പാട്ടാ ഇവിടെ പാടേണ്ടത്? ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഖൂലൂ, നിങ്ങൾക്ക് പറയാം, അച്ചൈനാകും ഫഹയ്യൂനാ നുഹയ്യീകും ولولا الحنطة السمراء ما سمنت عذاريكم ولولا الذهب الأحمر ما حلت بواديكم. അങ്ങനെയുള്ള പാട്ടുകളാകാം. ഞങ്ങളിതാ വന്നിരിക്കുന്നു നിങ്ങളുടെ തിരുമുറ്റത്ത്. ഞങ്ങളുടെ മക്കളൊക്കെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു, അവരൊക്കെ നന്നായി. ഇതുപോലെയുള്ള നല്ല നല്ല ആശയങ്ങളുള്ള പാട്ടുകൾ ആവാമല്ലോ ആയിഷ, അതുകൊണ്ട് അവർ പാടിക്കോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ സ്റ്റേജ് കെട്ടി പാടുന്ന പാട്ടിനെ കുറിച്ചല്ല എന്നോർക്കണം. ഇത് മ്യൂസിക് വെച്ചുള്ള വാദ്യമേളകൾ വെച്ചുള്ള ഗാനമേളയല്ല ഈ പറയുന്നത്. നബി തങ്ങൾ പറയുന്നത്, കൊച്ചുമക്കൾ ഒരു പെണ്ണിനെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുമ്പോൾ സ്നേഹത്തോടെ അവർക്ക് പാട്ടുപാടിയിട്ട് കൊണ്ടുവരാം, അതിന് കുഴപ്പമില്ല. നല്ല നല്ല ആശയങ്ങളുള്ള പാട്ടുകളാകാം. അതാണ് നമ്മൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് തലേന്ന് മൈലാഞ്ചി രാത്രി, അല്ലേ, മൈലാഞ്ചി കല്യാണമൊക്കെ നേരം പുലരുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലർന്ന് മ്യൂസിക്കുകൾ ഉറക്കെ വെച്ച് ചാടിക്കളിയും ഡാൻസുമൊക്കെയായി മാപ്പിള രാത്രിയാണെന്ന്, മാപ്പിളക്കല രാത്രിയാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായും ദീനാണോ മുഅ്മിനെ, എന്നിട്ട് മുസ്ലിമാണെന്ന് നമ്മൾ പറയുകയും ചെയ്യുകയാണ്. എത്ര വലിയ വിരോധാഭാസമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസ്ലു മാ ബൈനൽ ഹലാലി വൽ ഹറാം അദ്ദഫ് വസ്സൗത്ത്. ഹലാലും ഹറാമും ഏതെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഹലാലും ഹറാമും അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് അനുവദിച്ചത് ദഫാണ്. ദഫ് നബി തങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, അല്ലാത്ത മ്യൂസിക് ഉപകരണങ്ങൾ നബി തങ്ങൾ അനുവദിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്മനാ നമുക്ക് മ്യൂസിക്കിനോടൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ചെറിയ മക്കളൊക്കെ കണ്ടിട്ടില്ലേ, മ്യൂസിക് വെച്ചു കൊടുത്താൽ അവർ തന്നെ എന്തൊക്കെയോ ബ്രേക്ക് ഡാൻസ് കൊടുക്കുന്നു. ചെറിയ കൊച്ചു മക്കള്, 2 വയസ്സ് 1.5 വയസ്സ് 3 വയസ്സുള്ള കൊച്ചു മക്കളൊക്കെ അവർ ഒന്നും കണ്ടിട്ടല്ല, അവർ ഒറ്റയ്ക്ക് മ്യൂസിക്കിന് താളം തുള്ളും. അത് സ്വാഭാവികമായി എങ്ങനെയാണ്? നല്ലൊരു മ്യൂസിക്, ഒരു റാപ്പ് മ്യൂസിക് വെച്ച് ചെറുപ്പക്കാരൊക്കെ തുള്ളാൻ തുടങ്ങും. ഇവിടെ അവർക്ക് ഒരു ഡാൻസും ഒരു സ്റ്റെപ്പും ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. നാച്ചുറൽ, വി ഹാവ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് മ്യൂസിക്, ദാറ്റ്സ് ഹ്യൂമൻ. പക്ഷേ ആ ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ, സ്വാഭാവികമായും മ്യൂസിക്കിനോടുള്ള നമ്മുടെ ഒരു അഭിനിവേശം, അത് നല്ല പാട്ടുകളിലൂടെ ആവണം, അത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണങ്ങളിലൂടെ ആവണം, നല്ല കവിതകളിലൂടെ ആവണം. ഇതാ ഷറ പറയാം. ഷറ ഒന്ന് നിരോധിക്കുമ്പോൾ അതിന് പകരം ഇന്നത് ചെയ്തോ എന്ന് പറയും. മദ്യനിരോധനം ചെയ്തു, പക്ഷേ ആയിരക്കണക്കിന് പാനീയങ്ങൾ നിങ്ങൾക്ക് ശുദ്ധമാണ്, നിങ്ങളത് കുടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഹറാമ് തിന്നല്ലേ, 10,000കണക്കിന് ഭക്ഷണം നിങ്ങൾക്ക് ഹലാലാണ്, അത് തിന്നോളൂ. ഇത് പാടില്ല, നിങ്ങൾക്ക് ഹലാലായ പാട്ടുകൾ ആയിരക്കണക്കിനാവാം, ഒരു വിരോധവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞ ഈ വിഷയം വെച്ചിട്ട് നമ്മൾ നമ്മുടെ വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒന്നുകൂടെ പറയട്ടെ, വിവാഹം നടക്കുന്ന ദിവസം പുതിയാപ്പിളക്കും പുതിയണ്ണിനും ളുഹുറില്ല, അസറില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല. സുബ്ഹിണ്ടോന്ന് അല്ലാഹു അലം. നമ്മളെ കല്യാണത്തിന്റെ 1ാമത്തെ ദിവസത്തിന്റെ കോല ഇതാണ്, അല്ലേ?
ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? പുതിയാപ്പിളക്ക് നിസ്കാരമുണ്ടോ? പെണ്ണിന് നിസ്കാരമുണ്ടോ? പെണ്ണിനെ ഒരുക്കി കൊടുക്കുന്ന വീട്ടുകാർക്ക് നിസ്കാരമുണ്ടോ? കൂട്ടുകാരികൾക്ക് നിസ്കാരം? അന്നതൊക്കെ പോയി. സുബ്ഹാനല്ലാഹ്. ആദ്യ രാത്രി നമ്മൾ എല്ലാം ഖളാ ആക്കിയിട്ടാണ് ആരംഭിക്കുന്നത്, വിവാഹത്തിലേക്ക് അടക്കുന്നത്. അതിൻ്റെ പുറമെ JCB കൊണ്ടരലും മറ്റേ അർബാനിൽ കൊണ്ടരലൊക്കെ. സുബ്ഹാനല്ലാഹ്. ദുൽമിന് മേൽ ദുൽമ്, ദുലുമാതും ബഅദുഹാ ഫൗഖ ബഅദ് വഇൻ അഖ്റജ യദഹു ലം യകദ് യറാഹാ. ഇതുപോലെയുള്ള അന്ധകാരങ്ങളുടെ മേൽ അന്ധകാരങ്ങൾ, തിന്മകൾക്ക് മീതെ തിന്മകൾ, ആഭാസങ്ങൾക്ക് മീതെ ആഭാസങ്ങൾ. എന്നിട്ട് നമ്മൾ പറയാതൊക്കെ ഇസ്ലാമാണ്. പറ്റില്ല മുഅ്മിനെ, പറ്റില്ല. അത് ഇസ്ലാമല്ല. വിവാഹത്തിന്റെ ദിവസം കൊച്ചുമക്കളെ കൊണ്ട് പാട്ടുകൾ പാടിക്കാൻ നബി തങ്ങൾ അനുവദിച്ചതാണ്. എന്തെന്നറിയോ? വിവാഹം പരസ്യപ്പെടുത്തണം. കാരണം നിക്കാഹുകൾ പരസ്യപ്പെടുത്തേണ്ടതാണ്. വ്യഭിചാരം രഹസ്യമായിട്ടാണ് മനുഷ്യൻ ചെയ്യുക. ഇത് വ്യഭിചാരമല്ല, നിക്കാഹാൻ. ഇത് നിക്കാഹാൻ, ലൈസ സിഫാഹൻ. ഇത് വ്യഭിചാരമല്ല. അതുകൊണ്ട് വിവാഹങ്ങൾ പരസ്യപ്പെടുത്തണം. അതിനാണ് ഇതുപോലെയുള്ള പാട്ടുകളും ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞതും. നാളെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒരുമിച്ച് നടക്കുമ്പോൾ അവർ വഴിവിട്ട് നടക്കുകയാണെന്ന് ആരും പറഞ്ഞേക്കരുത്. ഇവർ പുതിയാപ്പിളയും പുതിയണ്ണുമാണ്, ഇവർ വിവാഹിതരാൻ, ഭാര്യയും ഭർത്താവുമാണ്. ഇതറിയിക്കാനാ കല്യാണം പരസ്യമാക്കാൻ വേണ്ടി പറഞ്ഞത്. അതിൻ്റെ മറവിൽ വെച്ചിട്ട് നമ്മൾ അള്ളാഹു പറയാത്തതിൻ്റെ ഇടയിലൂടെ നമ്മൾ കാണിച്ചു കൂട്ടുകയാണ്, അല്ലേ? അഅ്ലിനുൻ നിക്കാഹ്, വിവാഹം നിങ്ങൾ പരസ്യപ്പെടുത്തണം. വജഅലൂഹു ഫിൽ മസാജിദ്, നിക്കാഹുകളൊക്കെ നടക്കുന്നത് മസ്ജിദിൽ വെച്ചാവണം. നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വീടുകൾ വെച്ച് ചെയ്താൽ സ്വഹീഹാവില്ല എന്നതിന് അർത്ഥമില്ല. പക്ഷേ നബി തങ്ങൾക്ക് പള്ളികളിൽ നിക്കാഹ് നടത്തൽ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വദരിബു അലൈഹി ബിദ്ദുഫൂഫ്, ആ നിക്കാഹിൽ നിങ്ങൾ ദഫ് മുട്ടി കളിച്ചോളൂ, കുഴപ്പമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം വിഷയങ്ങൾ ഹബീബായ നബി തങ്ങൾ അനുവദിച്ചതാണ്. അനുവദിച്ചതിനെ സംബന്ധിച്ചല്ല വിഷയം. എന്നാൽ അനുവദിക്കാത്തിടങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങൾ അതിരുവിട്ട് കടക്കുകയാണ്. അതിനെ നമ്മൾ തടയിടേണ്ടതുണ്ട്. ഇത് പിശാചിന്റെ മന്ത്രങ്ങളാണ്, നമ്മുടെ ഹൃദയങ്ങളെ മലിനപ്പെടുത്തുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലിനമുള്ള പാട്ട് പാടുന്ന ഒരാളെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഖത്വൽ, അയാളൊരു പാട്ടുകാരനാണ്. അയാൾക്ക് പാട്ട് പാടുന്ന ഒരു ഓർക്കസ്ട്രയുണ്ട്. അദ്ദേഹത്തിന് ഒരു ട്രൂപ്പുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട് പാട്ട് പാടുന്ന. അവരുടെ മുഴുവൻ പാട്ടുകളും മുസ്ലിമത്തുകളായ പെൺകുട്ടികളെ വശീകരിക്കുന്ന പാട്ടുകളായിരുന്നു. എന്താ നബി തങ്ങൾ പറഞ്ഞെന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു ഖത്വലിനെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളഞ്ഞേക്കണം. വലൗ മുതഅല്ലിഖൻ ബിഅസ്താരിൽ കഅബ, കഅബയുടെ കില്ല പിടിച്ച് അഭയം ചോദിച്ചാൽ പോലും അബ്ദുല്ലാഹി ഇബ്നു ഖത്വലിനെ വധിച്ചേക്കണം എന്ന് നബി തങ്ങൾ വിധി പറഞ്ഞ ഒരു സംഭവമേ ചരിത്രത്തിലുള്ളൂ. എന്തേ കാരണം എന്നറിയോ? തോന്നിവാസം ജനങ്ങളിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ. അങ്ങനത്തെ ഒരാളെ കഅബയുടെ കില്ല പിടിച്ച് നിൽക്കുന്ന നേരത്ത് കൊല്ലപ്പെട്ട ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഖത്വൽ. മക്കയിൽ വെച്ചിട്ട് കഅബയുടെ കില്ല പിടിച്ചു നിൽക്കുമ്പോൾ വധിക്കപ്പെടാൻ കാരണമായത് സമുദായത്തിന്റെ നന്മയും ഒരു സമൂഹത്തിന്റെ സർവമാന മനുഷ്യത്വ ബോധവും ഒരു സമുദായത്തിന്റെ മൂല്യവും പാരമ്പര്യവും ഒരു സമുദായത്തിന്റെ നല്ല ചിന്തകൾ മുഴുവൻ നശിപ്പിക്കുമാർ കലയുടെ പേര് പറഞ്ഞ് ഒരു ഉമ്മത്തിനെ വഴിതെറ്റിക്കാൻ വന്ന മനുഷ്യനെയാണ് നബി തങ്ങൾ ഇത്രയും ശക്തമായി ഹബീബ് ശിക്ഷ കൊടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഖത്വൽ ഇത് ചെറിയ വിഷയമല്ല. നമ്മുടെ സിനിമകളും നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നടക്കുന്ന കലാപരിപാടികളും യുവാക്കളും യുവതികളെയും ഒക്കെ സ്റ്റേജിൽ അണിനിരത്തി ഈ സമുദായത്തിന്റെ മനസ്സിനുള്ളിലേക്ക് വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ, തിന്മകളെക്കുറിച്ചുള്ള ചിന്തകൾ, സംശുദ്ധമായ ദാമ്പത്യ ജീവിതങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഓരോരുത്തരും കണ്ടവന്റെ കൂടെ നടക്കണം എന്ന ആശയം, വീട്ടുകാരന്റെ മകൾ സ്വന്തം വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടുന്ന നടി, ഇതാണ് നമ്മുടെ സിനിമകളുടെ ഇതിവൃത്തങ്ങൾ, അല്ലേ? അതിൽ മുസ്ലിം കഥാപാത്രങ്ങൾ, മഫ്ത ധരിച്ച പെൺകുട്ടികൾ, തട്ടത്തിൻ മറയത്ത്, ഇതൊക്കെ എന്തിനെ, ആരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്? ഞാൻ ചോദിക്കുകയാണ്. എന്തിനെ തലമറച്ച് നടക്കുന്ന, ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളെ വേഷമിടിച്ചു കൊടുത്ത് അത്തരം കഥാപാത്രങ്ങൾ അവതരിക്കുന്നതിന്റെ പേരിൽ എന്ത് ലക്ഷ്യമാണ് നിങ്ങൾ നേടാൻ പോകുന്നത്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? എന്താണ്? നമ്മൾ സംവിധായകന്മാരോട് ചോദിക്കുകയാണ്. ഒരു സമുദായത്തെ ത്രസിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുകയോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതല്ലേ സംഭവിച്ചു പോയത്? നമ്മുടെ പെൺകുട്ടികളൊക്കെ ജാതിയും മതവും നോക്കാതെ സ്നേഹമാണ് വലുത്,
മാതാവിനേക്കാളും പിതാവിനേക്കാളും തൻ്റെ മതത്തെക്കാളും ദീനിനേക്കാളും അള്ളാഹുവിനേക്കാളും വലുത് തനിക്ക് സ്നേഹം തരാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സാണ്. Let it be his religion aside. അവൻ്റെ സംസ്കാരമോ അവൻ്റെ എത്നിസിറ്റിയോ അവൻ്റെ ഫാമിലിയോ അവൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടോ എന്തോ ആകട്ടെ, എന്നോട് പ്രേമം കാണിച്ചവൻ്റെ കൂടെയാ ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മളെ മക്കളെ കൊണ്ട് പറയിപ്പിച്ചത് നമ്മുടെ സിനിമാ സംസ്കാരമല്ലാതെ മറ്റെന്താണ്? നിങ്ങൾ പറയൂ, നമ്മുടെ സിനിമാ സംസ്കാരമല്ലാതെ ആരാണ്? ഇത് മുസ്ലിം കുടുംബത്തെ മാത്രമല്ല, ഹൈന്ദവ കുടുംബങ്ങളിൽ ഒളിച്ചോടുന്ന വിഷയങ്ങളുണ്ടായി, ക്രിസ്ത്യാനി കുടുംബങ്ങളിലുണ്ടായി, മതമില്ലാത്തവരുടെ കുടുംബം. എത്രയോ അമ്മമാർ, ഉമ്മമാർ, അച്ഛന്മാർ, ഉപ്പമാർ സങ്കടപ്പെട്ട് കരയുകയാണ് വീടുകളിൽ അവിടെ മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ. ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ? നമ്മുടെ കലയുടെ പേരിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ തോന്നിവാസം സംവിധാനം ചെയ്തു വിട്ട ആളുകൾ. നിങ്ങൾ മറുപടി പറയൂ, ഇതിനാരാണ് ഉത്തരവാദികൾ? എന്നിട്ട് നമ്മൾ തലയിൽ കൈവച്ച് കരയാൻ, എൻ്റെ കുട്ടി ഓടിപ്പോവാൻ നിൽക്കാൻ, എൻ്റെ കുട്ടി അവൻ്റെ കൂടെ പോകാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ദ്വാരക്കണം. ദ്വാ കൊണ്ട് മാത്രമായില്ല മോനെ, ദ്വാ കൊണ്ട് മാത്രമായില്ല ഉമ്മ. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. നമ്മൾ കാരണങ്ങൾ ബന്ധിതമായി വിഷയങ്ങൾ നീങ്ങാതിരുന്നാൽ അപകടങ്ങൾ സംഭവിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഖത്തലിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഇൻ വജത്തുമൂഹു മുതഅല്ലിഖൻ ബിഅസ്താരിൽ കഅബതി ഫഖ്തുലൂഹ്. അബ്ദുല്ലാഹി ഇബ്നു ഖത്തൽ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ കില്ലകളെ, ആ കില്ലയെ പിടിച്ച്, കഅബാലയത്തിന്റെ കില്ല പിടിച്ച് അഭയം ചോദിച്ചാൽ പോലും അബ്ദുല്ലാഹി ഇബ്നു ഖത്തലിനെ നിങ്ങൾ കൊന്നുകളഞ്ഞേക്കണം. കാരണം അവൻ അഭിശപ്തനാണ്. ഒരു അവിശ്വാസിയായതിന്റെ പേരിൽ മാത്രമല്ലാതെ, അവിശ്വാസികൾ മുഴുവൻ കൊന്നുകളയാനല്ല നബി തങ്ങൾ പറഞ്ഞത്. അവർ യുദ്ധം ചെയ്തു വന്നപ്പോൾ യുദ്ധങ്ങളിൽ അവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, മുസ്ലിമീങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ശുഹദാക്കളായിട്ടുണ്ട്. നേരെ മറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഖത്തലിന്റെ ആ മനുഷ്യന്റെ കൈകളാൽ എത്രയോ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ കാനത്തുശബ്ബിബു ബിബനാത്തിൽ മുസ്ലിമീൻ, മുസ്ലിം പെൺകുട്ടികളെ വശീകരിക്കുകയും മുസ്ലിം പെൺകുട്ടികളെ വ്യഭിചാരത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന പണി അബ്ദുല്ലാഹി ഇബ്നു ഖത്തൽ തൻ്റെ കവിതകളും തൻ്റെ പാട്ടുകളും തൻ്റെ കൂടെ നിൽക്കുന്ന ട്രൂപ്പിനെയും ഉപയോഗിച്ചുകൊണ്ട് ചെയ്തപ്പോഴാണ് കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചു കരഞ്ഞാൽ പോലും അവനെ വിട്ടേക്കരുത്, അവൻ പശ്ചാത്തപിച്ച് മടങ്ങാത്ത കാലത്തോളം അവൻ കുറ്റക്കാരനാണ്, അവനെ ഹറമിൽ വെച്ചായാലും കൊല ചെയ്യപ്പെടുന്നതിന് വിരോധമില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ അഹ്ദറദമഹു, അയാളുടെ രക്തത്തിന് വില കൽപ്പിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? ജാതിയോ മതമോ എന്തോ ആകട്ടെ, മക്കക്കാരിൽ ബഹുദൈവ വിശ്വാസികളുണ്ട്, അവിടെ മക്കക്കാരിൽ വിഗ്രഹാരാധകരുണ്ട്. എന്നിട്ട് പോലും നബി തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഖത്തലിനെ വധിക്കാൻ പറയാൻ കാരണം മനുഷ്യ സമൂഹത്തിനെതിരാണത്, മനുഷ്യ സംസ്കാരത്തിനെതിരാണത്, മനുഷ്യ മൂല്യങ്ങൾക്കെതിരാണത്. മനുഷ്യനെ മൃഗത്തെ പോലെ ആക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമിയിൽ ഇടം വേണ്ട, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഇടം വേണ്ട. നമ്മുടെ അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് കേടുപറ്റി നശിച്ചു പോയിട്ട് ഡോക്ടർമാർ അതിനെ മുറിച്ചു മാറ്റാൻ പറയുന്നത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല, ആ രോഗം മറ്റു ഇടങ്ങളിലേക്ക് പരക്കാതിരിക്കാൻ. അതുപോലെ ഈ ഉമ്മത്തിന്റെ സമുദായത്തിന്റെ ഒരംഗത്തെ മുത്തുനബി ഞങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞത് ആ അസുഖം സമുദായത്തിൽ പടർന്നു പിടിക്കാതിരിക്കാൻ. അങ്ങനെ വധിക്കപ്പെട്ട ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഖത്തൽ എന്ന് പറയുന്ന മനുഷ്യൻ. وَإِنْ وَجَدْتُمُوهُ مُتَعَلِّقًا بِأَسْتَارِ الْكَعْبَةِ فَاقْتُلُوهُ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇതുപോലെയുള്ള സിനിമാ പാട്ടുകളും മറ്റുമൊക്കെ യഥേഷ്ടം കാണാതെ പഠിക്കുകയും ആസ്വദിക്കുകയും പുസ്തകങ്ങൾ എഴുതി വെക്കുകയും നിരന്തരം പാടിക്കൊണ്ടിരിക്കുകയും മനഃപ്പാടമാക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഹദീസ് ജീവിതത്തിൽ എന്നേക്കുമായി ഒന്ന് പഠിച്ചു വെക്കുക. ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ്. ഈ വിഷയത്തിൽ ഒരു മുസ്ലിമിന് രണ്ടഭിപ്രായമില്ല. അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞാൽ പിന്നെ അവിടത്തേക്ക് നമുക്ക് മറ്റൊരഭിപ്രായം പറയാൻ പാടുള്ളതല്ല. നമുക്ക് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. അത്രയേ ഉള്ളൂ വിഷയം. പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നമുക്ക് പാടില്ല. അത്രയേ ഉള്ളൂ വിഷയം, വേറൊന്നുമില്ല. ഇതിനാണ് അള്ളാഹു സ്വർഗം തരുന്നത്. എന്തെന്നറിയോ? വേണ്ടതും വേണ്ടാത്തതും മുമ്പിൽ തരും, ഹലാലും ഹറാമും മുമ്പിൽ തരും. എന്നിട്ട് നിങ്ങൾ ഹലാൽ എടുക്കുന്നുണ്ടോ? അതാണ്
ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, to test which of you is the best of conduct, ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ അള്ളാഹു മനുഷ്യനെ പടച്ചു അല്ലേ. അപ്പൊ തിന്മയും വേണം നന്മയും വേണം, അപ്പോഴല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റൂ. വേണ്ടാത്തതും വേണം വേണ്ടതും വേണം, അപ്പോഴാണ് ഈ ലോകം അള്ളാഹു പടച്ചതിന്റെ ഹിക്മത്ത് പൂർത്തിയാവുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലഅൻ യംതലിയ ജൗഫു അഹദികും ഖൈഹൻ വസദീദൻ ഹത്താ യരീഹ് ഖൈറുൻ ലഹു മിൻ അൻ യംതലി അശ്അറാ. വരി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, ശരീരത്തിന്റെ ഉള്ളു കേടാവുന്ന ക്യാൻസർ പോലുള്ള അസുഖമാണ്. നിങ്ങളുടെ ശരീരം മുഴുവനും ചെലവും അശുദ്ധ രക്തവും നിറയുന്നതാണ്. ഒരു മനുഷ്യന് യുസീബഹു ബിദാഇൽ വരി, ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ ഉള്ളിൽ വന്നിട്ട് ശരീരം മുഴുവനും ചീഞ്ചലവും അശുദ്ധ രക്തവും നിറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഖൈറുൻ ലഹു മിൻ അൻ യംതലി അശ്അറാ. മോശമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാട്ടുകളും കവിതകളും നിങ്ങൾ മനപ്പാഠമാക്കി വെക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ ശരീരത്തിൽ നിറയെ ചീഞ്ചലം നിറയുന്നതാണ് ഖൈറെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട്. ഇതിനപ്പുറത്ത് വേറെ എന്താ തെളിവ് വേണ്ടത്? ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ ശകലം പിടിച്ചിട്ട് ഇതൊന്നും ഹലാലാന്ന് പറയാൻ കഴിയില്ലല്ലോ. എത്ര ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട് ഇതിന്. ഇനി പറയുന്നത് കേൾക്കണം. ഇമാം ത്വബറാനി മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസ് അൻ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇശാ നിസ്കാരം കഴിഞ്ഞ് ചോറൊക്കെ വെച്ചിട്ട്, ശരിക്കും ഇശാന്റെ മുമ്പാണ് ചോറൊക്കെ കഴിക്കേണ്ടതെന്നാ. നിങ്ങൾ ചോറ് കഴിക്കൂലല്ലേ മലപ്പുറത്തെ പോലെ? രാത്രി ഇവിടെ പത്തലായിരിക്കും അല്ലേ, അപ്പമായിരിക്കും ടയർ അല്ലേ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. റോളറിൻ്റെ വീലുമെന്നൊക്കെ മാറി ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷൻ്റെ ടയറുമൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ. മുമ്പത്തെ ഇത്ര കട്ടിയുള്ള അപ്പൊക്കെ മാറിയിട്ട്. പക്ഷെ ആ ഭക്ഷണം കഴിക്കേണ്ടത് ഇശായിൻ്റെ മുമ്പാണെന്നാണ്. ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ് രാത്രി ഭക്ഷണം കഴിക്കേണ്ടത്. എന്നിട്ടൊരു 2-3 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് ഉറങ്ങേണ്ടത്. അതാണ് ഏറ്റവും ആരോഗ്യമുള്ളത്. അല്ലാതെ ചെയ്യുമ്പോഴാണ് ഈ പ്രഷറും ഷുഗറും അസുഖമൊക്കെ ഉണ്ടാവുക. അതാണ് നമ്മളങ്ങ് ചെന്നിട്ട് ഇനിയിപ്പോൾ വേള കഴിഞ്ഞിട്ടായിരിക്കും ചെന്നിട്ട് ഭക്ഷണം കഴിക്കുക. അങ്ങനെ വല്ലാണ്ട് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി വളരെ കുറച്ച്, ഇത്രേ പാടുള്ളൂ രാത്രി, വേണമെങ്കിൽ രാവിലെ കഴിച്ചോ അല്ലേ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു സിനിമ കാണാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ആ സീരിയൽ കണ്ടിട്ടാവാം, ഒരു പാട്ട് കേട്ടിട്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പാടില്ലാത്ത പാട്ട്, അതുപോലെ മ്യൂസിക്കുകൾ, കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ സംഭവിക്കുക എന്നറിയോ? ഇതാണ് ഹദീസ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേൾക്കുകയാണ്, മൻ ഖറള ബൈതം മിനശ് ശിഅരി ബഅദ സ്വലാത്തിൽ ഇശാഇൽ ആഖിറ. രണ്ടാമത്തെ അവസാനത്തെ ഇശാ എന്ന് പറഞ്ഞാൽ മഗ്രിബിനെ ഇശാ ഉൽ ഊല, ഇശാഇനെ ഇശാ ഉൽ ആഖിറ അങ്ങനെ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ അഥമ, സ്വലാത്തുൽ അഥമ എന്ന് പറയും ഇശാ നിസ്കാരത്തിന്. 2-3 പേരുകളിൽ അറിയപ്പെടുന്നു എന്നതേ ഉള്ളൂ. ഇശാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആരെങ്കിലും കവിതകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കവിത ചൊല്ലുകയോ പറയുകയോ ഉണ്ടാക്കുകയോ ചെയ്താൽ, കവിത എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മുടെ സിനിമാ പാട്ടും അല്ലാത്ത പാട്ടുകളും മാപ്പിളപ്പാട്ടിൻ്റെ പേരിൽ അങ്ങനത്തോളെ ഇങ്ങനത്തോളെ എന്ന് പറയുന്ന പാട്ടുകളൊക്കെ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് വിചാരിച്ചേക്കുക. കവിതയെക്കുറിച്ച് ഇങ്ങനെ അനുബിധങ്ങൾ പറയുന്നതെങ്കിൽ എന്താണെന്നറിയോ? ഉറക്കം ഒരു മരണമാണ്. മരണത്തിലേക്ക് പോകുമ്പോൾ നല്ലത് പറഞ്ഞിട്ടാണ് പോകേണ്ടത്, അങ്ങനെയല്ലേ? അള്ളാഹു നമുക്കൊക്കെ സജ്ജനങ്ങളുടെ മരണം അള്ളാഹു നൽകട്ടെ, ആമീൻ.